Hi all friends, welcome to MTM Political Talk. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ലെങ്കിൽ പ്രവർത്തനത്തിൽ പരാജയപ്പെട്ടാൽ 5 വർഷത്തെ കാലാവധിക്ക് മുൻപ് അവരെ നീക്കം ചെയ്യാൻ വോട്ടർമാർക്ക് അധികാരം നൽകണം. റൈറ്റ് ടു റീകോൾ എന്ന ഒരു നിർദ്ദേശം നമ്മുടെ AAPയുടെ MP പാർലമെന്റിലെ ശൂന്യവേളയിൽ പറയുകയുണ്ടായി, അല്ലെങ്കിൽ അവതരിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ഈ ഒരു നിർദ്ദേശം എന്താണെങ്കിലും ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഭാവിയിലോ നടപ്പായാൽ ഒരു നല്ല നിർദ്ദേശമാണ്. കാരണം അദ്ദേഹം സൂചിപ്പിച്ചത് ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കുവാൻ അവകാശമുണ്ട്, എന്നാൽ അയോഗ്യനാക്കാനും ആ തിരഞ്ഞെടുത്തവർക്ക് തന്നെ അവകാശം ഉണ്ടാവണം എന്ന ഒരു നല്ല നിർദ്ദേശമാണ് ഈ പ്രസംഗം നമ്മളിവിടെ എടുത്ത് പറയുവാൻ കാരണം. നമ്മൾ ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, പിന്നെ അവർ 5 വർഷം അവരുടെ പ്രവർത്തന മികവ് അത് വിലയിരുത്താനും ഓരോരോ സമയങ്ങളിൽ നമുക്ക് അവരിലുണ്ടാവുന്ന പ്രവർത്തനത്തിന്റെ മികവ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ, നമുക്ക് അവരിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അത് വ്യക്തമായ കാരണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അതിൽ അടങ്ങിയിട്ട്, അല്ലാണ്ട് വെറുതെ ഒരാള് അത് എനിക്കൊരു കാര്യം ചെയ്തു തന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടല്ല, അങ്ങനത്തെ വ്യക്തമായ നിയമനിർമ്മാണത്തിലൂടെ ജനപ്രതിനിധികളെ അയോഗ്യനാക്കാനും ജനങ്ങൾക്ക് കഴിയണം എന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അല്ലാതെ ഒരു കൂട്ടം ആളുകൾ വെറുതെ ഇയാളെ ശരിയില്ല എന്ന് പറഞ്ഞ് അയാളെ അയോഗ്യനാക്കുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വ്യക്തമായ ഒരു ജനപ്രതിനിധി ജനങ്ങൾക്കെതിരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കെതിരായി അല്ലെങ്കിൽ മണ്ഡലത്തിനെതിരായി ഉപകാരപ്രദമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നിർജീവമായി നടക്കുകയാണ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ വ്യക്തിയെ അയോഗ്യനാക്കുവാൻ തിരഞ്ഞെടുത്തവർക്ക് അധികാരം നൽകണം എന്ന ഒരു നല്ല നിർദ്ദേശമാണ് ഇന്ന് AAPയുടെ MP രാഘവചന്ദ്ര അവതരിപ്പിച്ച അല്ലെങ്കിൽ പാർലമെന്റിൽ പറഞ്ഞ ശൂന്യവേളയിൽ പറഞ്ഞ ഒരു നിർദ്ദേശം. ഇത് എന്തായാലും ഒരു നല്ല നിർദ്ദേശമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാരണം നമ്മുടെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ജഡ്ജിമാർ, സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ജഡ്ജിമാരൊക്കെ പാർലമെന്റിനെ വിളിച്ചു വരുത്താനും അതിനെ ഇംപീച്ച് ചെയ്യുവാനും ഒക്കെ അതിനൊക്കെ പരിമിതികളുണ്ട്, എങ്കിലും അതിനൊക്കെ അവകാശം പാർലമെന്റിനുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ പാർലമെന്റിലെയും നിയമസഭയിലെയും ഒക്കെ അംഗങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, സന്ദേശത്തിന്റെ കാര്യം ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ പിന്നെ നമ്മൾ 5 വർഷം സഹിക്കേണ്ട ഒരു അവസ്ഥ ഒഴിവാക്കണം എന്ന് തന്നെയാണ്, ഇതൊരു നല്ല വ്യവസ്ഥയാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ സൂചിപ്പിക്കാനുള്ളത്. കാരണം ഈ ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവരെ ഒക്കെ ഇംപീച്ച് ചെയ്യാം എന്നുണ്ടെങ്കിൽ MP-മാരെയും MLA-മാരെയും പുറത്താക്കുവാൻ സാധാരണ ജനങ്ങൾക്ക് അവസരം നൽകണം എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തന്നെ അവരെ അയോഗ്യനാക്കാനും കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ജനങ്ങളിൽ നിന്ന് ഒരു ഭയം ഉണ്ടാവും എന്നും. സാധാരണ ഒരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നേരക്ക് നേരെ ചെന്ന് തന്നെ ഒഴിവാക്കും എന്ന് പറയുകയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത മാതിരി എന്നെ അയോഗ്യനാക്കാനും അവർക്ക് കഴിയും, അതുകൊണ്ട് എന്റെ പ്രവർത്തന മികവ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് ജനപ്രതിനിധികൾക്ക് അത് ബോധ്യമാവും. അതിനു വേണ്ടിയാണ് ഈ അദ്ദേഹം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണല്ലോ, അദ്ദേഹം നിർദ്ദേശിച്ച ഈ ഒരു നല്ല നിർദ്ദേശം തീർച്ചയായും അംഗീകരിക്കുകയാണ്. അതൊരു നല്ല നിർദ്ദേശമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജനാധിപത്യ രാജ്യങ്ങളിൽ ഇങ്ങനെ വ്യവസ്ഥയുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അത് വലിയ ഒരു വിശാലമായി ചിന്തിക്കേണ്ട ഒരു നിർദ്ദേശമാണ് അദ്ദേഹം പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അത് തീർച്ചയായും അതൊരു നല്ല നിർദ്ദേശവുമാണ്. എന്നാൽ ഇത് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നതിന് പഴുതടച്ചുള്ള നിയമനിർമ്മാണം ആവശ്യമാണ് എന്നുകൂടി അദ്ദേഹം നിർദ്ദേശിച്ചു. അതൊക്കെ അതിന്റെ കൃത്യമായ നിയമനിർമ്മാണം നടത്തി വേണം ഒരു MP അല്ലെങ്കിൽ ഒരു MLA
അയോഗ്യനാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ വെക്കുവാനും അതിനൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടും വേണം. 50%-ലധികം വോട്ടർമാർ ഇദ്ദേഹത്തെ അയോഗ്യനാക്കണം എന്ന് അനുകൂലിച്ച് വോട്ട് ചെയ്താൽ മാത്രം 50%-ലധികം വോട്ടർമാർ, എന്നാൽ പകുതിയിൽ കൂടുതൽ ആളുകൾ അഭിപ്രായപ്പെടുകയാണ് ഈ ജനപ്രതിനിധി ശരിയല്ല, ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് മോശമാണ് എന്ന് വോട്ട് എടുപ്പിലൂടെ ആവശ്യപ്പെടുമ്പോഴാണ് ഒരു പ്രതിനിധിയെ അയോഗ്യനാക്കുന്നത്. അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല, എങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരാളെ എങ്ങനെയെങ്കിലും അയോഗ്യനാക്കി കഴിഞ്ഞാൽ മറ്റുള്ള ജനപ്രതിനിധികൾക്ക് കൂടി നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി കഴിയും. കാരണം ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് തെരഞ്ഞെടുക്കുവാൻ മാത്രമല്ല ജനങ്ങൾക്ക് അയോഗ്യനാക്കാനും കഴിയും എന്ന് തന്നെയാണ് ഈ രാഘവേന്ദ്ര റായി സൂചിപ്പിച്ച ഈ ബില്ലിൽ ഈ ശൂന്യവേളയിൽ ഉന്നയിച്ച ഈ ആവശ്യത്തിലുള്ളത്. തീർച്ചയായും ഇത് നല്ല നിർദ്ദേശമാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇത് ഒരു നല്ല നിർദ്ദേശമാണ്. കാരണം ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നത് പോലെ അയോഗ്യനാക്കാനും സാധാരണക്കാരന് കഴിയണം. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ലെങ്കിൽ, പ്രവർത്തനത്തിൽ പരാജയപ്പെട്ടാൽ 5 വർഷത്തെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് അവരെ നീക്കം ചെയ്യാൻ വോട്ടർമാർക്ക് അധികാരം നൽകുന്ന റൈറ്റ് ടു റീകോൾ സംവിധാനം അവതരിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. AAP MP രാഘവ് ചന്ദ്ര അദ്ദേഹം ശൂന്യവേളയിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഇത് ഒന്നുകൂടി പറയുകയാണ്. പാർലമെന്റ് അംഗങ്ങളെ നിയമസഭാംഗങ്ങളെയും തിരഞ്ഞെടുക്കുവാൻ പൗരന്മാർക്ക് അവകാശം ഉള്ളതുപോലെ തന്നെ അയോഗ്യനാക്കാനും അവകാശം വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ 20ഓളം രാഷ്ട്രങ്ങളിൽ ഈ നിയമമുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയവരെ പാർലമെന്റിൽ വിളിച്ചു വരുത്തുന്ന, ജഡ്ജിമാരെ വിളിച്ചു വരുത്തുന്ന ഇവർക്കൊക്കെ നമ്മൾ പാർലമെന്റ് അംഗങ്ങൾ ഇംപീച്ച് ചെയ്യുവാനുള്ള എല്ലാ സമയങ്ങളിലുമല്ല, വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അധികാരമുണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട MP-മാരെയും MLA-മാരെയും 5 വർഷം സഹിക്കേണ്ട ഒരു ഗതികേടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത്. ഇത് തിരുത്തപ്പെടണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിന്റെ നിർദ്ദേശം അത് വളരെ വിദഗ്ധമായ നിയമനിർമ്മാണങ്ങളൊക്കെ അതിനാവശ്യമാണ്, എങ്കിലും നല്ലൊരു നിർദ്ദേശമാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അത് ഇന്നോ നാളെയോ പെട്ടെന്നോ വരുന്ന ഒരു നിയമമല്ല. അങ്ങനെ ഒരു നിയമം വന്നാൽ അത് നല്ലൊരു നിയമം തന്നെയായിരിക്കും. കാരണം വളരെ ഉഴപ്പി നടക്കുന്ന ജനപ്രതിനിധികളൊക്കെ ഒഴിവാക്കുന്നതിന് അത് സഹായിക്കും. ഒരാളെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളവർ ഒഴിക്കുകയും ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ആ ആൾക്കത് പിന്നീട് ഭാവിയിൽ മത്സരിക്കാനും ഒന്നും അവരുടെ പാർട്ടി ടിക്കറ്റ് കൊടുക്കുകയുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരാളെയെങ്കിലും ഇങ്ങനെ അയോഗ്യനാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം കൃത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട കാലയളവിൽ കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഞാൻ ജനങ്ങളാൽ തിരഞ്ഞെടുത്തതാണ്, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് എന്ന ഒരു ബോധം ജനപ്രതിനിധികൾക്ക് ഉണ്ടാവും എന്നത് തന്നെയാണ് AAP MP ഇവിടെ സൂചിപ്പിച്ച ശൂന്യവേളയിൽ സൂചിപ്പിച്ച ആ വ്യക്തമായ നിർദ്ദേശത്തിലുള്ളത്. അത് എന്തായാലും നല്ലൊരു നിർദ്ദേശമാണ്. തീർച്ചയായും ജനാധിപത്യ രാജ്യങ്ങളിൽ അങ്ങനെ ഒരു നിയമം ആവശ്യവുമാണ് എന്ന് തന്നെയാണ് നമുക്കും ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇത്ര നല്ല ഒരു നിർദ്ദേശം വെച്ച അദ്ദേഹത്തിന് തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കുകയാണ്, എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയുമാണ്. ഏതായാലും ഇത് നല്ല നിർദ്ദേശമാണ്. ഈ ഒരു നല്ല നിർദ്ദേശം ഭാവിയിലെങ്കിലും നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാകട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം. തീർച്ചയായും ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.